സംസ്ഥാനത്ത് പരസ്യ പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. നാളെയാണ് കൊട്ടിക്കലാശം. താരപ്രചാരകരെ കളത്തിലിറക്കി വോട്ടിറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ മുന്നണികളും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് തൃശൂരും പാലക്കാട്ടും പ്രചാരണത്തിനെത്തുന്നുണ്ട്. ബിജെപിക്കായി ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇന്ന് പ്രചാരണം നയിക്കുന്നത്. ഹരിപ്പാട് അമിത്ഷാ റോഡ് ഷോ നടത്തുന്നുണ്ട്. സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രോഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പുറത്തിറക്കും. ഡീൽ ആരോപണങ്ങളും സ്വർണ്ണക്കൊള്ളയും ഉന്നയിച്ചാണ് UDFന്റെ പ്രചാരണം. കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് വിവാദമുയർത്തി LDFും പ്രതിരോധിക്കുന്നുണ്ട്. ഫലം വരുമ്പോൾ നിർണായക ശക്തിയാകും എന്നാണ് BJPയുടെ അവകാശവാദം. CV പ്രസാദും അർജുൻ കല്യാടും ആറൂഷിബാലും VS രഞ്ജിത്തും വിശദമായ വിവരങ്ങളുമായി നമ്മോടൊപ്പം രാവിലെ തന്നെ എത്തിയിരിക്കുന്നു. ആദ്യം TV പ്രസാദിലേക്കാണ്. പ്രസാദിനി, ഗുഡ് മോർണിംഗ്. ഇന്നും നാളെയും മാത്രമേ ഉള്ളൂ. നാളെയാണ് കൊട്ടിക്കലാശം. അപ്പോൾ എല്ലാ വിഷയങ്ങളും അവസാനവട്ടം നന്നായി ഒന്ന് ഉന്നയിക്കുക, അല്ലെങ്കിൽ നന്നായി പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുക എന്നുള്ള തന്ത്രത്തിലേക്ക് കിടക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ, സ്റ്റാർ ക്യാമ്പയിനേഴ്സ് എല്ലാം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ഒക്കെ തന്നെ ഇന്ന് കേരളത്തിലെത്തുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ, ഇന്നത്തെ പ്രചാരണത്തിന്റെ സ്വഭാവം പ്രസാദ്? ഗുഡ് മോർണിംഗ് സ്മൃതി. പറഞ്ഞതുപോലെ എല്ലാ മുന്നണികളും വളരെ സജീവമായാണ് തെരഞ്ഞെടുപ്പിൽ ഉള്ളത്. മാർച്ച് 15-ന് പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കുമെല്ലാം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യാനുള്ള മുന്നൊരുക്കത്തിലാണ് മുന്നണികളും പാർട്ടികളും നേതാക്കളും പ്രവർത്തകരും എല്ലാം ഉള്ളത്. നാളെ ഇപ്പോൾ വൈകിട്ട് 6 മണിക്കാണ് പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. പരസ്യപ്രചാരണത്തിന്റെ സമാപനം എന്നുള്ളത് സംസ്ഥാനത്തെ എല്ലാ മണ്ഡല കേന്ദ്രങ്ങളിലും അത് വലിയ കൊട്ടിക്കലാശമായി മാറും. തിരുവനന്തപുരത്ത് പേരൂർക്കട അടക്കമുള്ള വട്ടിയൂർക്കാവിന്റെ കേന്ദ്രങ്ങളിലടക്കം വലിയ രീതിയിൽ 3 മുന്നണികളുടെയും പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടിയാണ് കൊട്ടിക്കലാശത്തിന് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും ആവേശത്തിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും മുന്നണികളും പാർട്ടികളും അതുകൊണ്ട് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. CPM-ഉം BJPയും തമ്മിലൊരു ഡീലുണ്ട് എന്നായിരുന്നു കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും തുടക്കത്തിലുള്ള ആരോപണം. കാരണം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ BJPയും CPIM-ഉം ഒറ്റക്കെട്ടാണ് എന്ന ആരോപണമാണ് കോൺഗ്രസ് പ്രധാനമായും ഉയർത്തിയത്. അങ്ങനെ ഡീലിൽ കുരുങ്ങിയുള്ള പ്രചാരണമായിരുന്നു ആദ്യമെങ്കിൽ പിന്നീട് കഥ മാറുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധി എത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള എല്ലാ വിഷയങ്ങളും സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രചാരണ ആയുധമായി. UDFിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ജീവൻ മരണ പോരാട്ടമാണ്. എന്ത് വില കൊടുത്തും തുടർഭരണം, ഇതാണ് LDFിന്റെ ലക്ഷ്യം. NDAയെ സംബന്ധിച്ചിടത്തോളം ഒരു 5 സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് 3 മുന്നണികളും അതിശക്തമായി മുന്നോട്ട് പോകുന്നു. പരസ്യപ്രചാരണത്തിന് നാളെ വൈകിട്ട് 6 മണിക്ക് പരസ്യപ്രചാരണം അവസാനിക്കുമ്പോൾ ഏറ്റവും ആവേശകരമായ പ്രചരണം നടത്തി അവസാനത്തെ വോട്ടറെ പോലും പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി അടക്കം, അമിത്ഷാ അടക്കം, മുഖ്യമന്ത്രിയും അതുപോലെ രാഹുൽ ഗാന്ധിയും അങ്ങനെ എല്ലാ മുന്നണികളുടെയും ഏറ്റവും മികച്ച ആളുകളെ തന്നെ സംസ്ഥാനത്തെത്തിച്ച് ഇളക്കി മറിച്ചുള്ള പ്രചരണം തന്നെയാണ് സംസ്ഥാനത്ത് നടന്നത്. സ്മൃതി, ശരി.